വിമാനയാത്രയ്ക്ക് 20% കിഴിവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. കേന്ദ്ര സർക്കാർ ബജറ്റ് പ്രവാസികൾക്ക് പ്രതീക്ഷയില്ലാത്ത പുതുവർഷ ബജറ്റ്. ഒമാനിലെ മുൻ പ്രവാസി മഞ്ജുള നാട്ടിൽ അന്തരിച്ചു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകളിൽ 20% വരെ കിഴിവുമായി എയർ ഇന്ത്യ എക്സ്പ്രസിൽ എക്സ്പ്രസ് മോർ സെയിൽ ആരംഭിച്ചു. ഫെബ്രുവരി 11 മുതൽ ഡിസംബർ 31 വരെയുള്ള യാത്രകൾക്കായി ഫെബ്രുവരി 5 വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകളാണ് ഓഫർ നിരക്കിൽ ലഭിക്കുക. ഓഫറിന്റെ ഭാഗമായി ഗൾഫ് മേഖലയിൽ നിന്ന് കുറഞ്ഞ ലൈറ്റ് നിരക്കുകൾ ആരംഭിക്കുന്നത് 320 ദിർഹം UAE, 23 റിയാൽ ഒമാൻ, 46 ദിനാർ ബഹ്റൈൻ, 378 റിയാൽ ഖത്തർ, 27 ദീനാർ കുവൈറ്റ്, 286 റിയാൽ സൗദി അറേബ്യ എന്നിങ്ങനെയാണ്. ഓഫർ കാലയളവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് കൺവീനിയൻസ് ഫീസ് ഈടാക്കില്ല. കൂടാതെ ഒരു തവണ സൗജന്യമായി യാത്രാ തീയതി മാറ്റാനും സാധിക്കുമെന്ന് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. എക്സ്പ്രസ് ലൈറ്റ് നിരക്കുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് സൗജന്യ ക്യാബിൻ ബാഗേജിന് പുറമെ അധിക ചെക്ക് ഇൻ ലഗേജ് ഉണ്ടെങ്കിൽ ആഭ്യന്തര യാത്രകളിൽ 15 കിലോ ചെക്ക് ഇൻ ബാഗേജിന് 1500 രൂപയും അന്താരാഷ്ട്ര വിമാനങ്ങളിൽ 20 കിലോക്ക് 2500 രൂപയും മാത്രം നൽകിയാൽ മതി. ഓഫർ കാലയളവിൽ വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് എടുക്കുന്ന ന്യൂ പാസ് അംഗങ്ങൾക്ക് ബിസ് ക്ലാസ് നിരക്കിൽ 25% കിഴിവ് ലഭിക്കും. ബിസിനസ് ക്ലാസിന് തത്തുല്യമായ ബിസ് വിഭാഗത്തിൽ 58 ഇഞ്ച് വരെ അകലത്തിലായാണ് സീറ്റുകൾ ഉള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലീറ്റുകളിൽ അടുത്തിടെ ഉൾപ്പെടുത്തിയ 40-ലധികം പുതിയ ബോയിങ് 737-8 വിമാനങ്ങളിലും ബിസ് സീറ്റുകളുണ്ട്. വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്പുകളിലൂടെയോ ടിക്കറ്റ് എടുക്കുന്ന വിദ്യാർത്ഥികൾ, മുതിർന്ന പൗരന്മാർ, സായുധ സേനാംഗങ്ങൾ, അവരുടെ ആശ്രിതർ എന്നിവർക്ക് പ്രത്യേക കിഴിവ് ലഭിക്കും. പ്രവാസികൾ ഏറെ കാലമായി മുറവിളി കൂട്ടുന്ന വിമാനയാത്രാ ദുരിതം, മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള ചെലവ്, സ്വർണ്ണാഭരണം കൊണ്ടുപോകുന്നതിലെ വ്യവസ്ഥകളിലെ അനിശ്ചിതത്വം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിൽ കണ്ണടച്ച് കേന്ദ്ര സർക്കാരും. ധനമന്ത്രി നിർമ്മല സീതാറാം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടില്ലെന്നത് നിരാശാജനകമാണ്. പ്രവാസി ഇന്ത്യക്കാരുടെ വസ്തുവിൽപ്പന, വിദേശയാത്ര തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിരക്കുകളിൽ കുറവ് വരുത്തിയെന്നതാണ് ഏക ആശ്വാസം. വിദേശയാത്രാ നിരക്കിൽ 5% നിന്ന് 2% കുറച്ചിട്ടുണ്ട്. വിദേശയാത്ര, വിദ്യാഭ്യാസം, മെഡിക്കൽ ആവശ്യം എന്നിവക്കായി പണം അയക്കുന്നതിനുള്ള നടപടികളിലും നികുതികളിലും മാറ്റം വരുത്തിയിരിക്കുകയാണ്. പ്രവാസികളുടെ സ്ഥാവര വസ്തുക്കളുടെ കൈമാറ്റത്തിനും നികുതി കുറയ്ക്കുമെന്നാണ് മറ്റൊരു പ്രഖ്യാപനം. പുനർമൂല്യനിർണയത്തിനു ശേഷം 10% അധിക നികുതി അടച്ച് ആദായ നികുതി റിട്ടേണുകൾ അപ്ഡേറ്റ് ചെയ്യാൻ നികുതിദായകരെ അനുവദിക്കും. നാമമാത്രമായ ഫീസ് ഈടാക്കിക്കൊണ്ട് റിട്ടേണുകൾ പുതുക്കുന്നതിനുള്ള സമയപരിധി നീട്ടിയിട്ടുണ്ട്. ITR 1-2 ഫയൽ ചെയ്യുന്ന വ്യക്തികൾക്ക് ജൂലൈ 31 വരെ റിട്ടേണുകൾ സമർപ്പിക്കാം. ഓഡിറ്റ് ചെയ്യാത്ത കേസുകളിലും ട്രസ്റ്റുകൾക്കും റിട്ടേൺ ഫയൽ ചെയ്യാൻ ഓഗസ്റ്റ് 31 വരെ സമയപരിധി അനുവദിച്ചു. ഇന്ത്യയിലെ ആസ്തികൾ വിൽപ്പന നടത്തുന്ന NRIകൾക്ക് നടപടികൾ ലഘൂകരിക്കും. അത്തരം ഇടപാടുകളിൽ ഉറവിടത്തിൽ നിന്ന് നികുതി കുറയ്ക്കുന്നത് ഇനി ഇന്ത്യയിൽ താമസക്കാരനായ വാങ്ങുന്നയാൾ കൈകാര്യം ചെയ്യണം. ഒമാനിലെ മുൻ പ്രവാസിയായ കണ്ണൂർ മയ്യിൽ ചെക്കിയാട്ട് തിരുവാതിരയിലെ വായവീട്ടിൽ മഞ്ജുള നാട്ടിൽ നിര്യാതയായി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ സാമൂഹിക ക്ഷേമ വിഭാഗം സെക്രട്ടറിയും കേരള വിഭാഗം മുൻ കൺവീനറുമായ സന്തോഷ് കുമാറിന്റെ ഭാര്യയാണ്. കേരള വിഭാഗത്തിന്റെ ആദ്യകാല സജീവ പ്രവർത്തകയായിരുന്നു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.